ഹായ്, വെൽക്കം ടു സ്പോർട്സ് വ്യൂ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ക്ലബ്ബ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു അധപ്പതനത്തിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനാണ്. അതായത് ഡിഫൻസിൽ വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാപ്സുകളെ കുറിച്ച്, തുടർ പരാജയങ്ങൾ, ഒരു മത്സരം വിജയിക്കണമെങ്കിൽ നമുക്ക് മികച്ച മുന്നേറ്റം നിരണ്ടായാലും മാത്രം മതി. സ്ട്രൈക്കർമാർ പെർഫെക്റ്റ് ആയാൽ മതി, നമുക്ക് മത്സരങ്ങൾ വിജയിക്കാം. പക്ഷേ ഒരു ടൂർണമെൻറ്റ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡിഫൻസ് വേണം, ലാപ്സ് ഇല്ലാത്ത ഡിഫൻസ് വേണം. മിഗേൽ സ്റ്റാറയുടെ പല ടാക്റ്റിക്സുകളും പല മത്സരങ്ങളും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അദ്ദേഹം തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ്. തൻ്റെ ഭാഗത്തു നിന്ന് പിഴവുകൾ തിരുത്താൻ സ്റ്റാറെ ഒരിക്കലും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ക്വാളിറ്റി ആയിട്ടുള്ള വിദേശ കളിക്കാർ തന്നെയാണ് എല്ലാവരും. അതായത് ജിമിനസിൻ്റെ കാര്യം എടുത്താലും ലൂണ ആയിക്കോട്ടെ, പെപ്രെ ആയിക്കോട്ടെ, കൊയ്ഫ് ആയിക്കോട്ടെ, മിലോസ് ആയിക്കോട്ടെ, എല്ലാം ഇൻഡിവിജ്വലി മോശമില്ലാത്ത എല്ലാ കളിക്കാർ തന്നെയാണ്. പക്ഷേ കോച്ചിൻ്റെ ടാക്റ്റിക്സുമായിട്ട് ഇഴകി ചേർന്ന് പോകാൻ പല കളിക്കാർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് മിലോസിനെ പോലുള്ള പ്ലെയർക്ക്. മിലോസ് ഒരിക്കലും ഒരു ഹൈ ലൈൻ ഡിഫൻസ് കളിക്കാൻ പറ്റിയ പ്ലെയറൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ മിലോസിനെ കണ്ടതാണ്. ലെസ്കോവിച്ച് പോലെ ബോൾ കൺട്രോളുള്ളൊരു CB ഒന്നുമല്ല. ഒരു സ്റ്റോപ്പർ ബാക്ക് പൊസിഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മിലോസിനെ പ്ലേ ചെയ്യാം. അല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ മിലോസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു ബോൾ ക്യാരിങ് CBO അതൊന്നും അല്ല മിലോസ്. കാരണം മിലോസിൻ്റെ ബോൾ ക്യാരി ചെയ്ത് പോണ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിന് ഒരു കൺട്രോളില്ലാത്ത പോലെയാണ്. അതുപോലെ തന്നെയാണ് ഹോർമിപ്പാമും. ഒരു ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ, സ്റ്റോപ്പറൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു പ്ലെയർ. അല്ലാതെ അതിലുപരി ഒന്നും നമ്മൾ ഹോർമിപ്പാമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള 2 CBകൾ വെച്ച് ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്നത് ആത്മഹത്യാപരം തന്നെയാണ്. അതും ബംഗളൂരു FC, ഗോവ പോലുള്ള മികച്ച ടൂർണമെൻറ്റിലെ മികച്ച ടീമുകളേക്ക്. അടുത്ത മത്സരം മോഹൻ ബഗാനായിട്ട് വരാനുണ്ട്. ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോൾ കൗണ്ടർ അറ്റാക്കുകളെ നേരിടാൻ പലപ്പോഴും ഡിഫൻസിന് സാധിക്കണില്ല. വിങ് ബാക്ക് കളിക്കുന്ന നവോച്ചി ആയിക്കോട്ടെ, സന്ദീപ് ആയിക്കോട്ടെ, എപ്പോഴും പ്രോപ്പറായിട്ട് അവരുടെ പൊസിഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യില്ല. കാരണം ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോൾ അവർ ഓവർലാപ്പ് ചെയ്ത് പോയി അവർക്ക് റിട്ടേൺ അവരുടെ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അപ്പോൾ പലപ്പോഴും ഫ്രെഡിയോ വിപിനോ ഒക്കെയാണ് ആ പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൗണ്ടർ അറ്റാക്കുകളിൽ. അത് അവർക്കൊരു ഓവർലോഡാണ്. ആ വർക്ക് ലോഡ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവിടെ അത് എതിരാളികൾ ഡി ബോക്സിലേക്ക് കയറ്റുകയാണ്. അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. പലപ്പോഴും അവിടെ 1-on-1 സിറ്റുവേഷനുകളിൽ നമ്മൾ ഡിഫൻസ് അല്ല ഓൺ ചെയ്യുന്നത്. അവിടെ വിൻ ചെയ്യുന്നത് സ്ട്രൈക്കർമാരാണ്, ഓപ്പോസിറ്റ് ടീമിലെ സ്ട്രൈക്കർമാരാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഡി ബോക്സിൽ എപ്പോഴും വിൻ ചെയ്യേണ്ടത് നമ്മുടെ CBകളാണ്, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്മാരാണ്. അത്